Hey guys, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്ലോഗും അങ്ങനെയൊന്നും അല്ല ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ബിസിനസ് ഐഡിയകളെ കുറിച്ച്, അതായത് സ്റ്റുഡൻസിനൊക്കെ ബിസിനസ് ഐഡിയ ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഗൈസ്, അപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഓരോ തിരക്കായിരിക്കും. ചിലവരൊക്കെ വീട്ടിൽ വെച്ചുമ്പോൾ പോസ്റ്റൊക്കെ അടിച്ച് മൊബൈലൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നതായിരിക്കാം. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ബിസിനസ് ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഒരു 5 പോയിന്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പൊ തന്നെ ഒരുപാട് പേര് ലക്ഷങ്ങള്, കോടികള് ചെറിയ പ്രായത്തിൽ തന്നെ ലക്ഷങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടാവും. അപ്പോൾ നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ തന്നെ ഈ വെക്കേഷൻ ടൈമും ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് തുടങ്ങാൻ പറ്റിയ 5 ബിസിനസ് ഐഡിയകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ചിലർക്ക് വർക്കൗട്ട് ആവുമായിരിക്കാം, ചിലവര് ഇപ്പോഴും വർക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ഓരോ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഈ വർക്ക് ഏറ്റെടുക്കാം. വെക്കേഷൻ ടൈമും അതോടൊപ്പം തന്നെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം എടുക്കുക, അല്ലാതെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും ചെയ്യരുത്. ചെയ്യണതിന് കുഴപ്പമില്ല, പഠിപ്പും അതോടൊപ്പം തന്നെ ഈ ബിസിനസ്സും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ മാത്രം കൊണ്ടുപോവുക. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് വെക്കേഷൻ ടൈം ഒക്കെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ചാനൽ ഉണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളായിരുന്നാലും നല്ലതായിട്ട് പ്രസന്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നല്ലതായിട്ട് സംസാരിക്കാനായിട്ട് കഴിവുള്ളവർക്കൊക്കെ വ്ളോഗിങ്, അതോടൊപ്പം തന്നെ നമുക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ മോണിറ്റൈസേഷൻ വഴി, യൂട്യൂബ് മോണിറ്റൈസേഷൻ വഴിയിട്ട് നമുക്ക് അതിൽ നിന്ന് നല്ല വരുമാനം തന്നെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ യൂട്യൂബ് ചാനൽ തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് ചാനലൊക്കെ ഉണ്ട്, അപ്പോൾ അവരും ഇതൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും യൂട്യൂബ് ചാനൽ ഉള്ളവരായിരിക്കാം. ഇതേപോലെ കൊച്ചിലെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ അങ്ങനെ ഈ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ വഴി നമുക്ക് പൈസ ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ അതുവഴി സ്പോൺസർഷിപ്പ് വഴിയും നമുക്ക് അതിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഈ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ ഇല്ല. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ഒരു ഇമെയിൽ ID മാത്രം മതി. പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് അകത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ അതിൻ്റെ അകത്തുള്ള വീഡിയോ ഇടാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. നല്ല കിടിലം കണ്ടന്റ് നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യുക. വ്ളോഗിങ് ആയിരുന്നാലും നല്ല പ്രസന്റേഷൻ രീതിയിലും അതോടൊപ്പം തന്നെ അല്ല നമ്മുടെ ഇൻഫർമേറ്റീവ് കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിലും അതിനും നല്ല റീച്ച് കയറാനായിട്ട് നമ്മൾ നമ്മുടെ സംസാരമൊക്കെ അടിപൊളിയാക്കുക. അങ്ങനെ ഉള്ള കഴിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതുവഴി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഗപ്പി വളർത്തൽ എന്നുള്ളതാണ്. ഗപ്പി മാത്രമല്ല, അലങ്കാര മത്സ്യങ്ങൾ, അതും ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഗപ്പീസ് വളർത്താം. പണ്ട് കാലങ്ങളിൽ എൻ്റെ ഏജിലൊക്കെ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഇത് പോലുള്ള ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് കണക്കില്ല. എന്തായാലും ചിലയിടത്തൊക്കെ ഉണ്ടാവാം. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഇത് തന്നെയാണ്, ഗപ്പി വളർത്തൽ. അത് നമുക്ക് ചെറിയ 2-3 എണ്ണമൊക്കെ വാങ്ങിച്ചുകൊണ്ടിട്ടാൽ അത് പെട്ടെന്ന് വളരുകയും അതോടൊപ്പം അത് പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾ ഇടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അലങ്കാര മത്സ്യങ്ങൾ വേറെയുണ്ട്. അതും ഓരോ വെറൈറ്റി ഓരോ ടാങ്കിലൊക്കെ ഇട്ട് വളർത്തുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. മൂന്നാമതായിട്ട് പറയാനായിട്ട് പോകുന്നത് ക്രാഫ്റ്റ് വർക്കുകളൊക്കെയാണ്. അതായത് പേപ്പർ വെച്ചുണ്ടാക്കുന്നതും ക്ലേ വെച്ചുണ്ടാക്കുന്നതും അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് മെറ്റീരിയൽ, വേസ്റ്റ് മെറ്റീരിയൽ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരുപാട് പേര് ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യാറുണ്ട്. അതേപോലെ നമുക്ക് ക്രാഫ്റ്റ് വർക്ക് ചെയ്ത് അതുവഴിയും നല്ല രീതിയിൽ ഏൺ ചെയ്യാനായിട്ട് പറ്റും. അത് ഒരു ഇൻസ്റ്റാഗ്രാം പേജോ തുടങ്ങിയിട്ട് അതിൽ പോസ്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഹാപ്പി കസ്റ്റമേഴ്സിന്റെ അഭിപ്രായങ്ങൾ അതിനെ സ്റ്റോറി ആക്കിയോ പോസ്റ്റ് ആയിട്ടോ ഇടുക. അപ്പോഴും നമ്മൾ പുതിയ ആളുകൾ അത് കാണുമ്പോൾ വിചാരിക്കും അടിപൊളി, ഇവരുടെ പേജൊക്കെ അടിപൊളിയാണ്, പ്രോഡക്റ്റും നല്ലതാണ്. അങ്ങനെ വഴിയും നമുക്ക് നമ്മുടെ ക്രാഫ്റ്റ് സെയിലിംഗ് നടക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ ഇതിന്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബ് ചാനലിന്റെ റവന്യൂ അല്ലാതെ കിട്ടും. അതോടൊപ്പം തന്നെ ഈ ക്രാഫ്റ്റ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അതുവഴി നിങ്ങൾക്ക് ഇതേപോലുള്ള ക്രാഫ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ സെയിൽ ചെയ്യും. അതോടൊപ്പം തന്നെ ഇൻസ്റ്റാ പേജ് ആയിരുന്നാലും ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ പ്രോഡക്റ്റ് ഒക്കെ എടുത്തിട്ട് നല്ല ഹൈ ക്വാളിറ്റി പിക്ചേഴ്സ് അതിൽ ആഡ് ചെയ്യുക. അങ്ങനെ റീലായിട്ടും പോസ്റ്റ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഈ ക്രാഫ്റ്റ് മേഖലയിൽ ഒരുപാട് മാറ്റങ്ങളും ഉണ്ടാവും. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യാനായിട്ടും പറ്റും. അതായത് പേപ്പർ വെച്ച് അടിപൊളിയായിട്ടുള്ള ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് ബാഗ്, അങ്ങനെ ഒരുപാട് ഐഡിയാസ് ഒക്കെ നമ്മുടെ യൂട്യൂബിലായിരുന്നാലും സെർച്ച് ചെയ്താൽ കിട്ടും. അതോടൊപ്പം തന്നെ ബോട്ടിൽ ആർട്ട് അങ്ങനെ കിട്ടും. അതുവഴി നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതും
നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റയും യൂട്യൂബും വഴി പ്രൊമോട്ട് ചെയ്യുക. അതും അത്ര ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ തന്നെ നമുക്കിതും ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റുഡൻസിനുള്ളത്. അടുത്തതെന്ന് പറയുന്നത് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെയാണ്. അതോടൊപ്പം ഇൻഡോർ പ്ലാന്റ്സ് മാത്രമല്ല, അല്ലാതെ ചെറിയ പ്ലാന്റ്സ് വെറൈറ്റീസ്, ഫാൻസി പ്ലാന്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അത് നല്ല രീതിയിൽ ഏൺ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഐഡിയ ആണ് ഈ ഇൻഡോർ പ്ലാന്റ്സും അല്ലാതെ നോർമൽ പുറത്തൊക്കെ നടുന്ന പ്ലാന്റ്സ്. അത് ഓൾ ഇന്ത്യ കൊറിയർ ചെയ്തും അതോടൊപ്പം തന്നെ ഓൾ കേരള കൊറിയർ ചെയ്തും നല്ല സെയിലിങ്ങും ഇൻസ്റ്റ പേജ് വഴി യൂട്യൂബ് ചാനൽ വഴിയും അങ്ങനെയൊക്കെ സെയിൽ ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ ആണ് ഈ പ്ലാന്റ്സ്. പക്ഷെ അത് നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. ചിലവർക്ക് സക്സസ് ആവും, ചിലവർക്ക് സക്സസ് ആവില്ല. സക്സസ് ആവുന്നത് ഇതിനു വേണ്ടിയിട്ട് ക്രേസ് ഉള്ളവരുണ്ടാവും. ഈ പ്ലാന്റ്സിനെയൊക്കെ പറ്റി പഠിക്കുന്നവരും അതിനെ പറ്റി റിസർച്ച് ചെയ്യുന്നവരും അതോടൊപ്പം തന്നെ ഇതിന് ടൈം കണ്ടെത്തി വീട്ടിലുള്ള പ്ലാന്റ്സിനെയൊക്കെ തന്നെ നല്ല രീതിയിൽ പരിപാലിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അവർക്ക് ഇതേപോലെ ഒരു സൈഡായിട്ടൊക്കെ കൊണ്ടുപോകാം. അതോടൊപ്പം സ്റ്റുഡൻസ് ആയിരുന്നാലും അവർക്ക് ഇതിന് വേണ്ടിയിട്ട് ക്രൈസ് ഉണ്ടെങ്കിൽ മാത്രം തുടങ്ങാൻ പറ്റിയ ഒരു ഐഡിയ ആണ് ഈ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഗൈസ്, അങ്ങനെ അഞ്ചാമതായിട്ട് പറയാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൈസൻ ആർട്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ കീ ചെയിന്, അതോടൊപ്പം തന്നെ കല്യാണത്തിന് മാലയ്ക്കിടൂലി, അതിനെ റൈസൻ ആർട്ടൊക്കെ ചെയ്തു വെക്കുന്ന ഒരുപാട് ടീംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതും ഒരു സ്റ്റുഡൻസിനെ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയ തന്നെയാണ്. അത് ചില ചുരുങ്ങിയ റേറ്റ് ഒക്കെ എടുത്ത് അതിന്റെ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിയിട്ട് അത് അടിപൊളിയായിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളത് നല്ലൊരു പരിപാടിയാണ്. അതോടൊപ്പം തന്നെ ഫ്ലോറോയിഡ്സ്, ഫോട്ടോ ഫ്രെയിം വർക്ക്, അതെല്ലാം ചെയ്യാവുന്നതാണ്. ഫോട്ടോ ഫ്രെയിം ആയിരുന്നാലും ചെറിയൊരു കുറഞ്ഞൊരു 7,000 രൂപയ്ക്കോ ഒരു 10 രൂപയ്ക്കോ ഒക്കെ ഉള്ള പ്രിന്റർ വാങ്ങുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പ്രിന്റ് ചെയ്ത്, പിന്നെ ഫോട്ടോ ഫ്രെയിം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പുറത്തുനിന്ന് മെറ്റീരിയൽ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. റെഡിമെയ്ഡ് ആയിട്ട് തന്നെ മെറ്റീരിയൽ വാങ്ങാനായിട്ട് പറ്റും. അത് വാങ്ങിയിട്ട് ഫോട്ടോ ഫ്രെയിം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ കീ ചെയിൻ, റൈസൻ ആർട്ടിൽ വരുന്ന കീ ചെയിൻസ്, അതിൻ്റെ അകത്ത് ഫോട്ടോസ് ഒക്കെ വെച്ച് ചെയ്യുന്നത്, അതെല്ലാം ഇതിലൊക്കെ വരുന്നതാണ്. അതിനും നമുക്ക് അതിൻ്റെ അകത്തുള്ള ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ, ഫോട്ടോ പതിപ്പിക്കാനായിട്ട് നമുക്ക് ഈ ഒരു അടിപൊളി പ്രിന്റർ വാങ്ങി ഉപയോഗിക്കാം. അതൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിലും നമുക്ക് ലോ ബഡ്ജറ്റിലൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പ്രിന്റർ വാങ്ങാൻ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 40-100 രൂപയ്ക്കകത്ത് തന്നെ നമുക്ക് പ്രിന്റ് ചെയ്ത് സാധനം കിട്ടും. ഒരു 100 രൂപയൊന്നും ആവില്ല, എന്തായാലും ഒരു വിധം നല്ലൊരു കട്ടിയുള്ള പേപ്പറിൽ പ്രിന്റ് ചെയ്ത് ഫോട്ടോ ഫ്രെയിം വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഫോട്ടോ ഫ്രെയിം വർക്കും അതോടൊപ്പം തന്നെ ഫ്ലോറോയിഡ്സ്, റൈസൻ ആർട്ട് വർക്കൊക്കെ. അപ്പോൾ അതും ഇൻസ്റ്റാഗ്രാം പേജ് വഴി ഒരു പേജൊക്കെ തുടങ്ങിയിട്ട് ഇതേപോലെയുള്ള പോസ്റ്റും ഹാപ്പി കസ്റ്റമേഴ്സിന്റെ അഭിപ്രായങ്ങളും എല്ലാം പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതുവഴിയും നല്ല രീതിയിൽ ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ യൂട്യൂബ് ചാനലും കൂടെ ഇടുകയാണെങ്കിൽ മോണിറ്റൈസേഷൻ വഴിയും അല്ലാതെയും നമുക്ക് ഇതേപോലുള്ള കസ്റ്റമേഴ്സിനെയും കിട്ടും, പൈസയും ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു ബിസിനസ് ഐഡിയാസിനെ കുറിച്ച് ഒരു 5 പോയിന്റ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ 5-ൽ കൂടുതൽ പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലുള്ള വർക്കുകൾ ചെയ്യാം. കൊച്ചു പിള്ളേരുടെ അടുത്താണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറ്റുകയാണെങ്കിൽ വെക്കേഷൻ ടൈമും ആ സമയത്തൊക്കെ ഇരുന്ന് ചെയ്യുക. ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ പഠിക്കുന്നതോടൊപ്പം തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇതേപോലുള്ള വർക്കുകൾ കൊണ്ടുപോകാം. പഠിത്തം ഒഴിവാക്കിയുള്ള പരിപാടി ഇപ്പം ചെയ്യേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്തായാലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തുടങ്ങാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഈ ചെറിയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലുള്ള ലൈഫ് സ്റ്റൈൽ വ്ലോഗും അങ്ങനെയൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ വെക്കേഷനൊക്കെ ആയിട്ട് ഒരുപാട് പേര് മൊബൈലൊക്കെ നോക്കിയും പിന്നെ പണ്ടത്തെ പോലെ അല്ലല്ലോ ക്രിക്കറ്റ് കളിയും അങ്ങനെയൊന്നുമില്ല. എല്ലാവരും വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ബിസിനസ് ഐഡിയ, വലിയ രീതിയിലല്ല ചെറിയ രീതിയിൽ സ്റ്റുഡൻസിന് പറ്റിയിട്ടുള്ള ബിസിനസ് ഐഡിയാസ് ആയിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു കിടിലം ലൈഫ് സ്റ്റൈൽ ബ്ലോഗും ഇതേപോലുള്ള എന്റർടൈൻമെന്റും അതോടൊപ്പം ഇതേപോലെ ഉള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഇറ്റ്സ് മീ ജിഷാൽ സൈനിങ് ഔട്ട്.